സന്ധിവേദനയുള്ള ആൾക്കാർ ചെയ്തിരിക്കേണ്ട രക്തപരിശോധനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സന്ധിവേദനയുള്ള ആൾക്കാർ കുറച്ച് രക്തപരിശോധനകൾ ചെയ്തിരിക്കുകയാണെങ്കിൽ ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. വേദനന്റെ തീവ്രത, അതുപോലെ തന്നെ ഇത് എത്ര കാലമായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് കുറെ ആയിട്ട് വന്നതാണോ, പെട്ടെന്ന് വന്നതാണോ, കുറെ ആയിട്ടുണ്ടോ, അതുപോലെ തന്നെ വീക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ളതിനൊക്കെ അനുസരിച്ചിട്ട് ഈ പരിശോധനകൾ മാറി വരും. ഒന്നാമതായിക്കോട്ടെ ESR, എറിത്രോസൈറ്റ് സെഡിമെന്റേഷൻ റേറ്റ്. ശരീരത്തിൽ എന്തെങ്കിലും അണുബാധകൾ ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അത് CRP, സി റിയാക്റ്റീവ് പ്രോട്ടീൻ. ഏതെങ്കിലും ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ എത്രത്തോളം തീവ്രത ഉണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ CRP നമ്മൾ സഹായിക്കും. 3, റുമറ്റോയിഡ് ഫാക്ടർ, RA ഫാക്ടർ. ഇത് ആമവാദം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇത് പല അസുഖങ്ങളുടെ കൂടെ തന്നെ പോസിറ്റീവായിട്ട് കാണാറുണ്ട്. 4, ആന്റി-CCP. ആമവാദം സ്ഥിരീകരിക്കാൻ ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് ആണ് ആന്റി-CCP എന്നത്. 5, യൂറിക് ആസിഡ്. ഗൗട്ട് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ടെസ്റ്റ് ചെയ്യുന്നത്. കൂടെ തന്നെ ശരീരത്തിൽ എവിടെയെങ്കിലും കൂടുതലായിട്ട് ചുമപ്പ് കളറിൽ വീക്കം വരിക ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. അടുത്തത് ANA പ്രൊഫൈൽ, ആന്റി ന്യൂക്ലിയർ ആന്റിബോഡി പ്രൊഫൈൽ എന്ന് പറയുന്നത് ഏതെങ്കിലും രീതിയിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്, ഏതെങ്കിലും വാദത്തിന്റെ ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ ANA പ്രൊഫൈൽ കൂടി ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്.